മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും ഗന്ധമുള്ള കഥകൾ കൊണ്ട് സാമൂഹിക ജീവിതങ്ങളെ മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയ എഴുത്തുകാരനാണ് ശ്രീ തകഴി ശിവശങ്കരപ്പിള്ള. കേശവൻ നായർ എന്ന കൃഷിക്കാരൻ്റെയും പുതുപ്പണക്കാരനായ ഔതക്കുട്ടിയുടെയും കഥയിലൂടെ കേരളത്തിലെ കർഷക ജീവിതത്തിൻ്റെ പരിച്ഛേദമായി മാറിയ തകഴിയുടെ കൃഷിക്കാരൻ എന്ന കഥയെ വർത്തമാനകാല ജീവിതവുമായി കോർത്തിണക്കിയുള്ള സ്വതന്ത്ര നാടകീയ ആവിഷ്കരണം. ദൈവം തന്ന മണ്ണ്. കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന പാടശേഖരങ്ങൾ കർഷകന് അഭിവൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കാലം. കൊയ്ത്തുപാട്ടിൻ്റെ ഈണത്തിൽ മുഖരിതമായ വയലേലകൾ. കർഷകന്റെ മനം തുടികൊട്ടി പാടുകയാണ്. അങ്ങുന്നേ വിളിച്ചിട്ടൊരു അനക്കവുമില്ലല്ലോ. അങ്ങുന്നേ, കേശവനാരങ്ങുന്നേ. ആ കുട്ടിച്ചോവനോ? എന്താ വിളിച്ചത്? ഞാൻ എത്ര നേരമായി അങ്ങ് വിളിക്കുന്നു, ആര് കേൾക്കാൻ? അങ്ങന സ്വപ്നം കാണുകയായിരുന്നോ? അതേടാ കുട്ടിച്ചോവ, ഞാനൊരു സ്വപ്നം കാണുമായിരുന്നു. കഴിഞ്ഞുപോയ കാലത്തിന്റെ നിറമുള്ളൊരു സ്വപ്നം. ചെറുമികൾ താളത്തിൽ ചോടുവെച്ച് ആടിപ്പാടിയ കാലം. നമ്മുടെ 50 പറയിലും ചുറ്റുമുള്ള പാടങ്ങളിലുമെല്ലാം 100 മേനി വിളവുണ്ടായിരുന്ന കാലം. നമ്മുടെ അറപ്പുരകൾ നിറഞ്ഞ് കവിഞ്ഞിരുന്ന കാലം. ഓ, അതൊക്കെ ഇനി പറഞ്ഞിട്ടെന്താ? ചുറ്റുമുള്ള പാടശേഖരങ്ങളെല്ലാം പല കൈ മറിഞ്ഞുപോയി. എല്ലാം പുതുപ്പണക്കാരല്ലേ കൃഷി ചെയ്യുന്നത്. ഏതാണ്ടൊക്കെ കുന്ത്രാണ്ടവും കൊണ്ടുവന്ന് കുറച്ച് രാസവളവും ഇട്ട് വയലെല്ലാം അവര് കൈയടക്കിയില്ലേ. കൃഷിക്കാരുടേതെന്ന് പറയാൻ ഇനി ആകെയുള്ളത് അങ്ങയുടെ ഈ 50 പറ നിലമാ. അതും എപ്പോഴാ കൈവിട്ടു പോകുന്നതെന്ന് ആർക്കറിയാം? കുട്ടിച്ചോവ, എന്റെ കൊക്കിന് ശ്വാസമുള്ള കാലത്തോളം ഞാൻ ഈ 50 പറ കൈവിടുകയില്ല. കൃഷിക്കാരനായിട്ടാ ഞാൻ ജനിച്ചത്. എനിക്ക് കൃഷിക്കാരനായി തന്നെ മരിക്കണം. എന്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് കൊത്തിക്കിളച്ച് കഴിയണ മണ്ണ. വൈക്കത്തുകാരൻ തിരുമുൽപ്പാടിനും പാട്ടം കിട്ടാൻ ഈ മണ്ണ് മാത്രമേ ഉള്ളൂ. ഞാൻ ജീവിക്കുന്ന കാലത്തോളം ഇവിടെ പാട്ടകൃഷിക്കാരനായി തന്നെ ജീവിക്കും. അല്ലങ്ങൊന്നേ, ഓരോന്നോർത്തപ്പോ പറഞ്ഞു പോയതാ. ഇതിന് ചുറ്റുമുള്ള പല സ്ഥലങ്ങളും പലരും പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്നതാ. കൈ നിറയെ പണവുമായി ഔതക്കുട്ടി വന്നപ്പോൾ പലരും ഇട്ടിട്ടു പോയി. ഔതക്കുട്ടിക്ക് കേശവൻ നായർ അങ്ങുന്നിന്റെ 50 പറയിലും ഒരു കണ്ണുണ്ട്. എനിക്കതറിയാം.
ആ അതിമോഹം അവന്റെ മനസ്സിലിരിക്കുകയുള്ളൂ. അവനൊക്കെ കൃഷിക്കാരനാണോ? പലിശയ്ക്ക് കൊടുപ്പുകാരനും വസ്തു മറിച്ച് ഉൽപ്പന്നക്കാരനും കൃഷിക്കാരനാകുന്നത് എങ്ങനാ? കൂലി കൂടുതൽ ചോദിക്കാത്ത കുറെ പാവം പണിക്കാരെ കളത്തിലിറക്കിയിട്ട് പളവളാത്തിളങ്ങുന്ന ഉടുപ്പ് വിട്ട് വരമ്പിൽ നടന്നാല് ആരും കൃഷിക്കാരനാവില്ല. കൃഷിക്കാരനാകണമെങ്കിൽ മണ്ണറിയണം, മേടക്കൂറും ഇടവക്കൂറും അറിയണം. എന്തിന്? നെല്ലിന്റെ തണ്ടൊന്ന് വാടിയാൽ അതറിയണം. അതറിയുന്നവനാ കേശവൻ നായർ. എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റുകയാണ്. ദേ, ഔതക്കുട്ടിയുടെ വണ്ടി വരുന്നുണ്ട്. ആ യേശമ്മ, നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷം? കുറച്ച് ദിവസമായി തമ്മി കണ്ടിട്ട്. ഞാൻ ഇടയ്ക്കൊക്കെ അന്വേഷിക്കാറുണ്ടെന്നേ. ഓ, എന്താ നെല്ലിനൊരു എഴുപ്പും കരുത്തുമില്ലാത്തത്? വളമിട്ടില്ലയോ? അതെങ്ങനാ? നിങ്ങൾ വലിയ കൃഷിക്കാർ വന്നപ്പോ കാലത്തിനും നേരത്തിനും വെള്ളം കയറ്റാനും ഇറക്കാനും ഒക്കുവോ? ഒരിക്കലും നിങ്ങൾക്ക് സൗകര്യപ്പെടത്തില്ല. നിങ്ങളുടെ സൗകര്യം നോക്കിയാലല്ലേ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ നോക്കൂ. അല്ല കേശവമാൻ അങ്ങനെ പറയുന്നത്. കേശവമാവിന്റെ സൗകര്യം പ്രത്യേകം നോക്കണമെന്ന് ഞാൻ ആ ജോലിക്കാരോട് പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നതാണല്ലോ. ഓ, നല്ല ഏർപ്പാടാ ചെയ്തത്. എന്റെ വിത കരിഞ്ഞുണങ്ങിയതിന് ശേഷമാ ഒന്ന് നനയ്ക്കാൻ കഴിഞ്ഞത്. നിങ്ങളുടെ വേലക്കാരന്റെ പിറകെ നടന്ന് ഞാൻ കെഞ്ചി. ഒക്കുകല. വെള്ളം തരരുതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. പുഞ്ചക്കണ്ടവാ, സത്യമുള്ളതാ, ഓർത്തോണം. അവൻ അങ്ങനെ പറഞ്ഞോ? ആ, അയലോടൊപ്പം വിളവറിയാൽ ഈ വിഷമം വരുമായിരുന്നോ? അതൊന്നും എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ഇന്നും ഇന്നലെ അല്ല ഈ കൃഷി തുടങ്ങിയത്. എങ്ങാണ്ടെന്നോ കുറെ പണവും കൊണ്ടുവന്ന് കുറെ രാസവളവും വാരിയിട്ട് വിളവുണ്ടാക്കിയാൽ അത് കൃഷിപ്പണിയാകുകയല്ല. അതിനെ കേശമാവ് എന്തിനാ കിറുവിക്കുന്നത്? ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഈ റോഡിൽ കൂടി എങ്ങാണ്ടോ പോകാൻ പോയ ഞാൻ കേശുമാവനെ കണ്ട് വണ്ടി നിർത്തി ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലേടാ കുട്ടിച്ചോവ? മുതലാളിയുടെ സഹോദര സ്നേഹത്തെക്കുറിച്ച് ഞാൻ ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. അതാണ് കേശവമാൻ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഈ 50 പറ നിലം എന്നെ ഏൽപ്പിച്ചിട്ട് വീട്ടിലെ മുൻവശത്തെ ചാരി കസേരയിൽ ചാരി കിടന്ന് കാറ്റ് കൊണ്ടാ പോരായിരുന്നോ? ഞാൻ പാട്ടൊന്നല്ല അളന്ന് വൈക്കത്തും കൊടുത്ത് കേശവമാവനും കൊണ്ടുതരത്തില്ലായിരുന്നോ? പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. വൈക്കത്തുകാരൻ തിരുവുൽപ്പാടിന്റെ വാട്ടക്കാരൻ കേശവമാവൻ, ഞാൻ കേശവമാവന്റെ വാട്ടക്കാരൻ. എന്റെ ബാക്കിയുള്ള കൃഷിഭൂമിയുടെ കൂടെ ഞാനിവിടെന്ന് നോക്കിക്കൊള്ളാമെന്നേ. ഔതക്കുട്ടി, നിന്റെ പെരുത്ത ആശ നിന്റെ മനസ്സിലിരിക്കട്ടെ. എന്റെ കൃഷിഭൂമിയിൽ കണ്ണുവെക്കുന്നത് നിനക്ക് നല്ലതിനല്ല. കേശവമ്മ അപ്പോഴേക്കും പിണങ്ങി. എന്നാൽ ഈ അവതക്കുട്ടി പിണങ്ങത്തില്ല കേട്ടോ. ആഗ്രഹിച്ചതെല്ലാം ഒരു നയത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്നതായി എൻ്റെ ഒരു ശീലം. കുട്ടിച്ചോവ, കേശവനോട് സമാധാനമായിട്ടൊന്ന് പറഞ്ഞോട്. എപ്പോൾ വിളിച്ചാലും ഈ ഫോണിൻ്റെ തലക്കൽ ഞാനുണ്ട്. ഡീൽ ഉറപ്പിക്കാൻ മനസ്സ് പറയുമ്പോൾ ഒറ്റ വിളി, അത് മതി. അടുത്ത നിമിഷം നമുക്ക് തമ്മിൽ കാണാം. ഓക്കെ? എന്നാ ശരി, ഞാനങ്ങ് പോയേക്കുവാ.
അയ്യോ, കേശവനാരംകുന്നേ, ഓടിവായോ, ഓടിവായോ. ഓ, അയ്യോ, എന്താ ഇത്? കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത നാടായിപ്പോയോ ഇത്? കേശവനാരംകുന്നിന്റെ 50 പല നിറത്തിലായ വെള്ളം നെൽക്കാലികളെല്ലാം മുങ്ങിപ്പോയേ. അയ്യോ, ഓടിവായോ, ഓടിവായോ. കുട്ടിച്ചോവ, നീ എന്താ കിടന്ന് കൂവുന്നത്? ആർക്കാ എന്താ പറ്റിയത്? വരീത് മാപ്പിള കണ്ടില്ലയോ? കേശവനാരംകുന്നിന്റെ പാടമാ. നിറയെ വെള്ളം കയറി കിടക്കുന്നു. വേണ്ട സമയത്ത് വെള്ളം കൊടുത്തില്ല. ഇപ്പോ എല്ലായിടത്തുനിന്നും മുറിച്ച് ഇങ്ങോട്ട് വിട്ടേക്കുക. ഈ നെല്ലെല്ലാം ചീഞ്ഞു പോവത്തേ ഉള്ളൂ. ഹോ, കഷ്ടമായി പോയി. കേശവനാർ അദ്ദേഹം ഈ വിവരം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ നെഞ്ചു പൊട്ടിച്ചാകും. ഇപ്രാവശ്യത്തെ വിള കിട്ടിയിട്ട് വേണം കടങ്ങൾ തീർക്കാനും അടുത്ത വിള ഇറക്കാനും. നെൽക്കാലുകൾ ചീഞ്ഞു പോയാൽ പിന്നെന്ത് വിള? നീ എന്തായാലും കേശവൻ നായരെ വിളിച്ച് കാര്യം പറ. വിളിക്കല്ലേ? കേശവനാരംകുന്നേ, കേശവനാരംകുന്നേ. കുട്ടിച്ചോ, ഓയ്. അങ്ങൊന്ന് വിളി കേട്ട് താ വരുന്നു. എന്താടാ കുട്ടിച്ചോവാ, നീ കിടന്ന് അലറി വിളിക്കുന്നേ? കേശവനാരംകുന്നേ, ഇത് കണ്ടോ? രാത്രിയിൽ ആരോ മട വെച്ചു. 50 പറ മുഴുവൻ മുങ്ങിപ്പോയി. നെല്ലിന്റെ തല പോലും കാണാനില്ല. എന്റെ ദൈവമേ, എന്താ ഈ കാണുന്നേ? രാത്രിയിൽ മടവെച്ച് എന്റെ പാടം മുഴുവൻ നശിപ്പിച്ചത് ആരാ? നെൽക്കാല് പഴുത്തു തുടങ്ങി. 2-3 ദിവസം കൂടി നിന്നാല് എന്റെ കൃഷിയെല്ലാം പോകും. എന്റെ ദൈവമേ, എനിക്ക് ഗതി വരുത്തിയല്ലോ. കേശവൻ നായരെ, മട ആരോ രാത്രിയിൽ മുറിച്ചു വിട്ടതാണ്. ഇന്ന് രാത്രിയിൽ ഇതങ്ങ് തിരിച്ചു മുറിക്കേ. വരീത് മാപ്പിളെ, എന്താ ഈ പറയുന്നേ? രാത്രിയിൽ മട മുറിക്കാനോ? ആരും അറിയാതെ രാത്രിയിൽ പുഞ്ചക്കണ്ടത്തിൽ മട വെട്ടി വരുന്ന ദുഷ്പേര് എന്നെ മരണം വരെ എന്നെ പിന്തുടരാനോ? ഞാനത് ചെയ്യില്ല. ഒരു നല്ല കൃഷിക്കാരൻ അത് ചെയ്യില്ല മാപ്പിളെ. നല്ല കൃഷിക്കാർക്ക് നടക്കുന്ന കാര്യങ്ങളാണോ നമ്മുടെ ഈ പാടശേഖരത്തിൽ നടക്കുന്നത്? കണ്ടത്തിൽ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ വെള്ളം തരാതിരിക്കുക, ഒരു ദിവസം മട മുറിച്ച് വെള്ളമെല്ലാം കയറ്റി നിർത്തി നെൽക്കാലികൾ നശിപ്പിക്കുക. അയൽനിലത്തിൽ എവിടെയെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? മറ്റുള്ളവർ അനീതി ചെയ്തെന്ന് കരുതി നമ്മളത് ചെയ്തുകൂടാ. പിന്നെ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ നശിച്ചു പോട്ടെ, എങ്കിലും ഒരു നല്ല കൃഷിക്കാരൻ നിലക്കാത്തത് ഞാൻ ചെയ്യില്ല. ഈ വിഷമാവസ്ഥയിൽ അങ്ങയെ സഹായിക്കാൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങൾ എന്നാൽ പോട്ടെ. ഇടനെഞ്ചു പൊട്ടുന്നൊരോർമ്മ പോൽ വിങ്ങുന്നു പാടവരമ്പിലെ മൺതിട്ടകൾ. ഇടനെഞ്ചു പൊട്ടുന്നൊരോർമ്മ പോൽ വിങ്ങുന്നു പാടവരമ്പിലെ മൺതിട്ടകൾ. ഉള്ളിൻ്റെ ഉള്ളിൽ കരുതിയ കിനാവുകൾ വേരറ്റിടുന്നൊരു നെൽക്കാലുകൾ പോൽ വിതുമ്പി നിൽക്കുമ്പോൾ പിടയുന്ന മണ്ണടരിൽ നിന്നും ഒരു ഗീതം പുതിയൊരു പുലരിയെ കാത്തിരിക്കുന്നുവോ. പിടയുന്ന മണ്ണടരിൽ നിന്നും ഒരു ഗീതം പുതിയൊരു പുലരിയെ കാത്തിരിക്കുന്നുവോ.
ഈ മണ്ണിൽ നിന്നുയിരാർന്ന കർഷകൻ പുതിയൊരു പുലരിയെ കാത്തിരിക്കുന്നുവോ? പുതിയൊരു പുലരിയെ കാത്തിരിക്കുന്നു. മനുഷ്യ, ഇന്നലെ തുടങ്ങി ചിന്തിച്ചൊറ്റ ഇരിപ്പാണല്ലോ. കണ്ടെത്തി വെള്ളം കയറിയെന്ന് കരുതി അത് കുടിച്ചു പറ്റിക്കാൻ ഒക്കുവോ? മട വെട്ടിവിടണം. അയൽനിലക്കാരെ സമ്മതിച്ചില്ലേല് രാത്രിയിൽ ആരും അറിയാതെ മട വെട്ടണം. ദേവകി, ഒരധർമ്മം ചെയ്യാൻ നീ കൂടി എന്നെ നിർബന്ധിക്കരുത്. എൻ്റെ വല്യമ്മാവനോ അവരുടെ കാരണവന്മാരോ അത് ചെയ്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞേ, ഈ കൃഷിയും പാട്ടോ എന്തെല്ലാം പറഞ്ഞ് നടക്കാതെ അതങ്ങ് വിട്ടുകളാ. ആകെ ഒരു മകനുണ്ടായിരുന്നത് പഠിച്ച് അമേരിക്കയിലേക്ക് പോയില്ലേ? അവൻ അവിടെ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെയും കല്യാണം കഴിച്ച് അവിടെ താമസവും ആക്കി. ഭർത്താവിന്റെ വീട്ടുകാര് കൃഷിക്കാരാണെന്ന് പറയുന്നത്. അവൾക്ക് കുറച്ചില്ല, കൃഷിപ്പണി അങ്ങ് നിർത്തണമെന്നാ അവള് പറയുന്നത്. ഈ കേശവൻ നായർ കൃഷിപ്പണി നിർത്താനോ? അതിന് ഞാൻ മരിക്കണം. പുന്നെല്ലിൻ്റെയും ചേറിൻ്റെയും ഗന്ധമുള്ള മണ്ണില ഞാൻ ജനിച്ചു വീണേ. അവസാന ശ്വാസം വരെ ഞാൻ കൃഷിക്കാരനായിരിക്കും. നിങ്ങൾ ഇതും പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നോ? മരുമോൾ എന്ന് പറയുന്നത് ഇതെല്ലാം വിറ്റുപെറുക്കി പട്ടണത്തിലോട്ട് മാറാനാ. അങ്ങനാണേ നാട്ടിൽ വരുമ്പോ അവരവിടെ ഒന്ന് നിൽക്കും. അങ്ങനെ അവര് എന്റെ കൂടെ നിൽക്കണ്ട. ആകെ ഒരു മോനുള്ളതിനെ പഠിപ്പിച്ച് വലുതാക്കി. പറക്കമുറ്റിയപ്പോ അവൻ പറന്നുപോയി. ഈ പുഞ്ചപ്പാടത്തെ ചേറിലും ചെളിയിലും ഇഴുകിച്ചേർന്നു പോയതാ എന്റെ ജീവിതം. അവന് വേണേ അച്ഛനെ വന്ന് കാണട്ടെ, അല്ലെങ്കിൽ എനിക്ക് കാണേണ്ട ദേവകി. നിങ്ങൾ വിഷമിക്കാൻ പറഞ്ഞതല്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യല്ലേ. ഇനിയുള്ള കാലം അവര് പറയുന്നത് കേട്ടല്ലേ നമുക്ക് കഴിയാനൊക്കോ? നീ പറഞ്ഞതൊരു സത്യമാണ്. പക്ഷെ പുഞ്ചപ്പാടം വിട്ട് ഞാൻ എങ്ങോട്ടും വരികയല്ല. അതെന്റെ ജീവശ്വാസമാണ്. അത് നിനക്കറിയാലോ. കേശവനാരങ്ങുന്നേ, നമ്മുടെ 50 പറ നിലത്ത് ആരോ മടവച്ചു. വെള്ളമെല്ലാം വറ്റി. കുട്ടിച്ചോവ, ആരാ അവിടെ മടവച്ചേ? ഞാനത് ചെയ്തിട്ടില്ല. ആരാ വെള്ളം മുറിച്ചു വിട്ടേ? ഞാനത് ചെയ്തിട്ടില്ല കുട്ടിച്ചോവ, ഞാനത് ചെയ്തിട്ടില്ല. ആര് മടവച്ചാലും നന്നായി പോയി. ഇനി ഈ കിടന്ന് ശ്വാസം മുട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വെള്ളം ഇറങ്ങിയില്ലേ, ദൈവങ്ങളെ തുണച്ചെന്ന് പറഞ്ഞാ മതി. എന്നാലും ദേവകി, ഒരെണ്ണാലുമില്ല. പോയി വളവിടാൻ നോക്കും മനുഷ്യ. ആര് ചെയ്താലും വെള്ളം വറ്റിപ്പോയി. ഇനി ലേശം വളം തൂക്കി കൊടുത്താല് നെല്ല് കിട്ടും. എനിക്ക് നെല്ലും വേണ്ട, പണവും വേണ്ട. രാത്രിയിലും മടമുറിച്ചവരെന്ന പേര് എനിക്ക് സഹിക്കാനാവില്ല. രാത്രിയിൽ മടമുറിച്ചത് ഞാനാ. കേശവൻ എന്നോട് പിണക്കമുണ്ടെങ്കിലും എനിക്കതില്ലെന്നേ. ഞാൻ വന്ന് നോക്കുമ്പോൾ എന്നെ നെഞ്ചടിച്ചു പോയി. കേശവന്റെ പാടം നിറയെ വെള്ളം. എന്റെ നെല്ല് പോയാലും സാരമില്ലെന്ന് കരുതി മടമുറിച്ച് വെപ്പിച്ചത് ഞാനാ. സത്യമാണോ കുഞ്ഞെ? സത്യമാണോ കുഞ്ഞെ നീ പറഞ്ഞത്? നിന്നെ ദൈവം കാക്കും. എന്നെ ദൈവം കാക്കുമെന്ന് എനിക്കറിയാം. ദുഷ്ടനെ പന പോലെ വളർത്തുമെന്നാണല്ലോ വേദപുസ്തകം പോലും പറയുന്നത്. ഞാൻ അത്ര ദുഷ്ടനൊന്നുമല്ല.
പക്ഷേ എനിക്ക് ചില മോഹങ്ങളുണ്ട്. മോഹങ്ങൾ നേടിയെടുക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. 50 പറ നിലം എനിക്ക് തരണം. ഞാനവിടെ കൃഷി ഇറക്കും, വിതയും കൊയ്ത്തുമെല്ലാം ഒരുമിച്ച്. പിന്നെ ഞാൻ ഈ നാട്ടിൽ വന്നുപെട്ടതിന് ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ നടപ്പിലാക്കിയിട്ടേ ഞാൻ പോകൂ. ഓ, ഇതാണല്ലേ സച്ചി എപ്പോഴും പറയാറുള്ള അച്ഛൻ്റെ 50 പറ നിലം. ഒരു പറ പോലും അളന്നെടുക്കാൻ കഴിയാത്ത ഈ പാടം അച്ഛൻ എന്തിനാ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഔതക്കുട്ടി മുതലാളിയും നമ്മളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി എന്താ അച്ഛനോടൊന്നും പറഞ്ഞു കൊടുക്കാത്തത്? ഔതക്കുട്ടി മുതലാളിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നിലമങ്ങ് മുതലാളിക്ക് പാട്ടത്തിന് എഴുതി കൊടുത്തേക്കാം. ഓ സച്ചി, ഈ ഓണം കേറാമൂലയിലൊക്കെ ചൈൽഡ്ഹുഡ് കഴിച്ചു കൂട്ടിയ നിങ്ങളെ സമ്മതിക്കണം. നിമ്മി, നീ എന്താ അങ്ങനെ പറഞ്ഞേ? വണ്ടിയും വള്ളവും ഒന്നും ഇല്ലാത്ത സ്ഥലം, ആകെയുള്ളൊരു റോഡ് തോട് പോലെ കിടക്കുക. ഈ നാട് ഒരിക്കലും നന്നാകില്ല. എന്നാ താൻ കേസ് കൊടുന്ന് പറഞ്ഞ സിനിമ കണ്ടില്ലേ? സച്ചി, ഇവിടെ ആർക്ക് കേസ് കൊടുക്കാനാ? നീ കേസ് കൊടുക്കാനും വഴക്കിനും വക്കാണത്തിനൊന്നും നിൽക്കണ്ട. വന്ന കാര്യം നടത്തിയിട്ട് നമുക്ക് പോവാം. അത് തന്നെ ഞാനും പറഞ്ഞു വന്നേ. വന്ന കാര്യം നടത്തിയിട്ട് നമുക്കങ്ങ് പോകാം. നടക്കുമ്പോൾ എല്ലാം ഒരുമിച്ചുണ്ടാകണം. രണ്ടാമതൊരു വരവ് ഈ നാട്ടിലേക്ക് നമുക്കിനി വേണ്ട. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞുറപ്പിച്ച കാര്യം തന്നെ. എന്റെ അച്ഛൻ കൃഷിപ്പണി നിർത്തണം, അത്രയല്ലേ വേണ്ടൂ. അതുമാത്രം പോരാ. ഈ പട്ടിക്കാട്ടിലുള്ള വീടും സ്ഥലവും വിറ്റിട്ട് അച്ഛനും അമ്മയും നമ്മുടെ കൂടെ വന്ന് നിൽക്കട്ടെ. നമ്മുടെ കുട്ടികളെ നോക്കാൻ ആളുകളാകുകയും ചെയ്യുമല്ലോ. അച്ഛനത് കേൾക്കുമെന്ന് തോന്നുന്നില്ല. കൃഷി നിർത്താൻ പറഞ്ഞാൽ തന്നെ ചങ്ക് പറിച്ചു പോകുന്ന പോലെ അച്ഛന്. കാരണവന്മാർ അന്തിയുറങ്ങുന്ന മണ്ണും ദൈവങ്ങളെ കുടിവെച്ച് കാവും വിട്ട് അച്ഛൻ എങ്ങോട്ടും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണവന്മാരുടെ പടങ്ങളും ദൈവങ്ങളുടെ പടങ്ങളും എല്ലാം വെച്ച് ഒരു വലിയ മുറി തന്നെ നമുക്ക് അവർക്ക് കൊടുക്കാം. അവരവിടെ വന്ന് താമസിക്കട്ടെ. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓടി ഓടി ഇങ്ങോട്ട് വരാനൊക്കുവോ? എനിക്കാണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുന്നേ ഇല്ല. നിങ്ങളുടെ ആ വീട്ടിൽ ഒരു AC എങ്കിലും നിങ്ങൾ വെച്ചിട്ടുണ്ടോ? ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ പൊടിയും ചൂടും അടിച്ചാലും മൂക്ക് അങ്ങോട്ട് കയറി അടയ്ക്കും. പിന്നെ അങ്ങോട്ട് കോൾഡാ. നിമ്മി, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്, നമുക്കെല്ലാം ശരിയാക്കാം. ലുക്ക് സച്ചി, സച്ചിയുടെ ഉറപ്പിലാ ഞാൻ ഈ പട്ടിക്കാട്ടിലേക്ക് വന്നത്. നിങ്ങളുടെ ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതെന്നറിയാമല്ലോ. ഔതക്കുട്ടി മുതലാളി വന്നൊരു കാര്യം പറഞ്ഞു. അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അത് സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെയും കൂടെ കടമയല്ലേ? ഓ മൈ ഡിയർ നിമ്മി, ഇതിപ്പോ നമുക്ക് രണ്ടാൾക്കും ഒരുപോലെ വേണ്ട കാര്യമാണ്. ഇതിപ്പോ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു പ്രശ്നമേ അല്ലേ ഉള്ളൂ. അതിനാണല്ലോ നമ്മൾ വന്നപ്പോൾ അച്ഛനെ വീട്ടിൽ കാണാത്തത് കൊണ്ട് ഈ പാടവരമ്പത്തേക്ക് വന്നത്. ഓ സച്ചിൻ, നിന്റെ ഡാഡിന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കുവാ നല്ലത്. കൃഷി കൃഷി കൃഷി, എന്താ കോക്കനട്ടാ ഇവിടെ കൃഷി ചെയ്യുന്നത്? കുറച്ച് പൈസ കളയാമെന്നല്ലാതെ. ദേ കുട്ടിച്ചോവൻ, അവനെ വിളിച്ച് അച്ഛൻ എവിടെയെന്ന് ചോദിക്കാം. കുട്ടിച്ചോവ, ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേന്നേ. അല്ല, ആരാ ഇത്? സച്ചിദാനന്ദ കുഞ്ഞോ? കുഞ്ഞെപ്പം വന്നു? കേശവനായർ അദ്ദേഹം കണ്ടില്ലയോ? ഇല്ല, ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അച്ഛനെ കാണാൻ ഇറങ്ങിയതാ. അച്ഛൻ എന്തിയേ? ദേ പടിഞ്ഞാറേ പറമ്പിലുണ്ട്. കേശവനാരങ്ങുന്നേ,
കുട്ടിച്ചോ, ഓയ്! ആ വിളി കേട്ടു. കേശവനാരങ്ങുന്നേ, ഇങ്ങ് വായോ. ആ ഇപ്പൊ വരും. മോളെ ഞാൻ ആദ്യമായിട്ട് കാണുവാ. തെക്കേ തൊടിയില് ഇളനീരുണ്ട്, ഒന്നെടുക്കട്ടെ? അതൊന്നും ഇപ്പൊ വേണ്ട. ഞങ്ങൾക്ക് ഡാഡിനെ കാണണം. ചില പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കാനുണ്ട്. ഡാഡോ? അതാരാ? മനസ്സിലായില്ല. അച്ഛനെ കാണുന്ന കാര്യമാ നിമ്മി പറഞ്ഞേ. കേശവൻ നായർ, കേശവൻ നായർ അമ്മാവൻ. കേശവൻ നായർ അങ്ങൊന്ന് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഡാഡി, ഡാട്ടു എന്നൊക്കെ ആദ്യമായിട്ടാ കേൾക്കുന്നേ. ദാ വരുന്നു ഡാഡി, ഡാഡി കേശവൻ നായർ അദ്ദേഹം. മക്കളെ, മോനേടാ, നീ എപ്പോ വന്നു? നീ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ആ മോളെ, നിങ്ങൾ വീട്ടിലിരുന്നാ പോരായിരുന്നോ? ഞാനങ്ങ് വരുത്തില്ലായിരുന്നോ? മക്കള് പറ, വിശേഷങ്ങൾ എന്തൊക്കെയാ? ദേവകിയെ കണ്ടോ? അവൾ എന്താ പറഞ്ഞേ? ഇന്ന് വൈകിട്ട് നമുക്ക് പുഴമീൻ വാങ്ങിക്കാം. കുടംപുളിയിട്ട് അവൾ നല്ല കറി വയ്ക്കും. അച്ഛനോട് ചില കാര്യങ്ങൾ പറയാനാ ഞങ്ങൾ വന്നത്. അത് വീട്ടിൽ പോയിരുന്നു പറയാടാ. വാ. അമ്മ പെട്ടെന്ന് അറിയണമെന്നില്ല. അച്ഛനങ്ങ് സമ്മതിച്ചാൽ മതി. ഒന്നുകിൽ അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ അങ്ങ് അമേരിക്കയിലേക്ക് വരണം, അല്ലെങ്കിൽ പട്ടണത്തിൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടേക്ക് താമസം മാറ്റണം. മോനെ സച്ചിദാനന്ദ, നീ എന്നതായി പറയുന്നേ? എന്റെ ആഗ്രഹമാ. സച്ചി പറഞ്ഞേ ഉള്ളൂ. സച്ചിയുടെ ഡാഡിയും മമ്മിയും വെറുതെ നാട്ടിൽ കിടന്ന് നരകിക്കേണ്ട. കൃഷിയൊക്കെ അങ്ങ് വിട്ടേരെ. 50 പറ നിലം ഔതക്കുട്ടി മുതലാളിക്ക് പാട്ടത്തിനങ്ങ് കൊടുത്തേക്കണം. നമ്മുടെ വീടും സ്ഥലവും നല്ല വിലയ്ക്ക് വാങ്ങാമെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. ഔതക്കുട്ടി മുതലാളിയോ? ഔതക്കുട്ടിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മുതലാളിയുടെ കമ്പനിയിലല്ലേ അമേരിക്കയിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അതുപോലൊരു കമ്പനി ഇവിടെയും കൊണ്ടുവരണമെന്നാ മുതലാളിയുടെ ആഗ്രഹം. അച്ഛൻ അതങ്ങ് സമ്മതിച്ചാ മതി. അച്ഛനത് സമ്മതിക്കണം. നിമ്മിയുടെ ആഗ്രഹമാ എന്റെയും. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ. വിതയെറിഞ്ഞതും വിത്ത് വിളഞ്ഞതും എന്റെ സ്വപ്നങ്ങളൊക്കെ തളിരിട്ടതും നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. നീ ഒത്തിരി വളർന്നു പോയതും എന്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയതും ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാ ചെയ്തോ. ഇനി ഞാനില്ല, ഈ കേശവൻ നായരില്ല. ഞാൻ വിചാരിക്കുന്നത് എന്തും നടത്താൻ കഴിയുന്നവൻ, മനുഷ്യൻ. ഈ മണ്ണിൽ ആധിപത്യം ഉറപ്പിക്കാനും മേഘമാലകളെ പിടിച്ചുലയ്ക്കാനും എനിക്ക് കഴിയും. സ്വപ്നം കണ്ടതൊക്കെ നേടാൻ എനിക്കെൻ്റെ ഇച്ഛാശക്തി മാത്രം മതി. എൻ്റെ വഴിയിൽ ആരുടെയും തടസ്സങ്ങളില്ല. ഓരോ പടവുകളും ചവിട്ടിക്കേറി വിജയത്തിൻ്റെ ഗോപുരത്തിന് മുൻപിൽ എനിക്കൊന്ന് നിൽക്കണം. ഔതക്കുട്ടി, മനുഷ്യന്റെ എല്ലാ യാത്രകൾക്കും മുകളിൽ ദൈവത്തിന്റെ തിരുവെഴുത്തുകളുണ്ട്. ഇനിയും നീ നിന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വേദപുസ്തകം തുറന്നു വായിക്കൂ. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ പറയുക. അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചതാര്? നിശ്ചയമായും അത് നിനക്കറിയാം. അല്ലെങ്കിൽ അതിന് അളവ് നൂൽ പിടിച്ചതാര്?
ജീവിതം തുടങ്ങിയതിനു ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടോ? കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ? ഹലോ ഹലോ മുതലാളി, അമേരിക്കയിൽ പല സ്ഥലത്തും ഭീകരാക്രമണം. നമ്മുടെ കമ്പനികൾ ഭീകരർ തകർത്തു. തൊഴിലാളികൾ പലരും അപകട നിലയിലാണ്. എന്തു ചെയ്യണമെന്നറിയാതെ പരക്കം പായുകയാണ് മനുഷ്യർ. നമ്മുടെ ഇൻഷുറൻസ് എല്ലാം മുടങ്ങിക്കിടക്കുകയാ. ഒന്നും ഇതുവരെ പുതുക്കിയിട്ടില്ല. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നത്? മോനെ സച്ചിദാനന്ദ, ഈ വീടിൻ്റെയും ഇവിടെയുള്ള വസ്തുക്കളുടെയും ആധാരമാണിത്. 50 പറ നിലത്തിൻ്റെ കരാറും ഇതിനോടൊപ്പമുണ്ട്. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. മരിക്കുന്നത് വരെ കൃഷിക്കാരനായിരിക്കണമെന്നത് എൻ്റെ ഒരു മോഹമായിരുന്നു. ഇപ്പോ എത്രയും പെട്ടെന്ന് മരിക്കണമെന്നതാ എൻ്റെ ഒരു ആഗ്രഹം. സച്ചി, സമയം കളയാതെ വാങ്ങിക്കേ. ദാ മുതലാളി വരുന്നു. ആ പ്രമാണം അങ്ങ് കൊടുക്ക. മുതലാളി ഒന്ന് നോക്കട്ടെ. സച്ചി, എനിക്കൊന്നും വേണ്ട. മനുഷ്യൻ വിചാരിക്കുന്നതൊന്നും ഭൂമിയിൽ നടത്തിയെടുക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അമേരിക്കയിലുള്ള എൻ്റെ കമ്പനികളെല്ലാം പൊളിഞ്ഞു. നാട്ടിൽ കമ്പനി ഉണ്ടാക്കാനുള്ള മോഹവും ഞാൻ ഉപേക്ഷിച്ചു. ഈ മണ്ണും വിണ്ണും സമ്പത്തും അധികാരവുമെല്ലാം ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാണ്. കുറച്ചുനാൾ ഭൂമിയിൽ ജീവിച്ച് തിരിച്ചു പോകുന്ന വാടകക്കാരാണ് നമ്മൾ. ആ പ്രമാണം കേശവമാവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തേക്ക്. ഈ മണ്ണിൽ ഇനിയും കൃഷി ചെയ്ത് ദൈവം തന്ന ഈ മണ്ണിനെ അദ്ദേഹം സ്വർഗമാക്കി തീർക്കട്ടെ. ദൈവമേ, നിന്റെ കാരുണ്യത്തിന് നന്ദി. Reyyerim,